നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ പ്രവാസികൾക്ക് പുതിയ അറിയിപ്പ്. സൗദിയിൽ തൊഴിൽ കരാർ അവസാനിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ 3 ഘട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത്. തൊഴിലാളിയോ തൊഴിലുടമയോ കരാർ അവസാനിച്ചാൽ നഷ്ടപരിഹാരത്തിന് യോഗ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തത വരുത്തിയിട്ടുണ്ട്. നിയമാനുസൃതം കരാർ റദ്ദാക്കുകയും നോട്ടീസ് കാലയളവ് പാലിക്കാതിരിക്കുകയും ചെയ്താൽ നോട്ടീസ് സമയത്ത് തൊഴിലാളിയുടെ വേതനത്തിന് തുല്യമായ നഷ്ടപരിഹാരത്തിന് രണ്ടാമത്തെ കക്ഷിക്ക് അർഹതയുണ്ടായിരിക്കും. നിയമാനുസൃതമല്ലാതെ കരാർ അവസാനിപ്പിച്ചാൽ തൊഴിൽ കാലാവധിയും നഷ്ടപരിഹാരവും നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ നഷ്ടപരിഹാരം നൽകണം. ജോലി ചെയ്ത വർഷം കണക്കാക്കിയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. നിയമവിരുദ്ധമായി തന്നെ കരാർ അവസാനിപ്പിച്ചാൽ നഷ്ടപരിഹാരം നേരത്തെ തീരുമാനിച്ചതല്ലെങ്കിൽ കരാർ അവസാനിപ്പിക്കാൻ ബാക്കിയുള്ള കാലത്തെ മാസവേതനം നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും. പരിധിയില്ലാത്ത തൊഴിൽ കരാർ ആണെങ്കിൽ തന്നെ തൊഴിലാളി ശമ്പളം ലഭിക്കുന്നവരാണെങ്കിൽ കരാർ നിർത്തുന്നതിന് 60 ദിവസത്തിന് തൊഴിലുടമയെ തൊഴിലാളി വിവരം ധരിപ്പിച്ചിരിക്കണം. എന്നാൽ മാസശമ്പളം ലഭിക്കുന്നില്ലെങ്കിൽ തന്നെ 30 ദിവസത്തിനുള്ളിലാണ് കരാർ അവസാനിപ്പിക്കുന്ന വിവരം തൊഴിലുടമയെ അറിയിക്കേണ്ടത്. അതേസമയം സൗദിയിൽ ടാക്സി ഡ്രൈവർമാരുടെ ഔദ്യോഗിക വസ്ത്രം ഒരേ രൂപത്തിലും നിറത്തിലുമാക്കി ഏകീകൃത യൂണിഫോം കൊണ്ടുവരാനുള്ള തീരുമാനവുമായി സൗദി രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ടാക്സി ഡ്രൈവർമാർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. തീരുമാനം ജൂലൈ 12 മുതൽ നടപ്പാക്കുന്നതായിരിക്കും. രാജ്യത്തെ ഗതാഗത സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യത്ത് ഈ മേഖലയിൽ നിക്ഷേപത്തിന് ആവശ്യമായ അവസരം ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ടാക്സി മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഡ്രൈവർമാർക്ക് ഏകീകൃത യൂണിഫോം നടപ്പാക്കാൻ പോകുന്നതിലൂടെ വലിയ മാറ്റമാണ് രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.